നടിയെ ആക്രമിച്ച കേസിൽ കോടതി പിടിച്ചുവെച്ച കുറ്റവിമുക്തനായ നടൻ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചെന്ന് കോടതി. നിഷ ദിലീപ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. നിഷ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതിനായുള്ള തുടർ നടപടികളുടെ ഭാഗമെന്നോണമാണ് ഇത്തരത്തിൽ പിടിച്ചുവെച്ച പാസ്പോർട്ട് തിരിച്ച് നൽകുന്നത്. ജാമ്യ വ്യവസ്ഥകൾ, ബോണ്ടുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണല്ലേ? രോഹിണി, തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയാണ്. കാരണം ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ദിലീപിന്മേൽ ഈ ബോണ്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് അപേക്ഷ നൽകിയിരുന്നത്. ഇത് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. പ്രോസിക്യൂഷൻ ഇതിനു മുൻപ് ഈ കേസ് പരിഗണിച്ച സമയത്ത് പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തിരുന്നു. പിന്നീട് പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ദിലീപിന് ഈ പാസ്പോർട്ട് വിട്ടു നൽകാനായി കോടതി വിധി വന്നത്. എന്തായാലും ഇതിൽ ദിലീപിന്റെ സിനിമ ഇന്ന് റിലീസായി. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപിന് വിദേശത്തേക്ക് അടക്കം യാത്രകൾ നടത്തേണ്ടതുണ്ട് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കേസിൽ ദിലീപ് അറസ്റ്റിലായ സമയത്ത് അതിനുശേഷമാണ് അറസ്റ്റിലായതോടുകൂടിയാണ് ദിലീപിന്റെ ഈ ജാമ്യ വ്യവസ്ഥ ആ കേസിൽ ആദ്യം അറസ്റ്റിലായി, പിന്നീട് ദിലീപിന് ജാമ്യം ലഭിച്ചു. ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത്. എന്തായാലും ഈ കേസിൽ കുറ്റമുക്തമാക്കപ്പെട്ടതോടുകൂടി കോടതി ഈ സ്വാഭാവിക നടപടിയുടെ ക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകിയത്. എന്തായാലും ദിലീപിന് ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ് ഈ 7.5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ട് നൽകുന്നത്. രോഹിണി, ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.